സ്വർഗീയ മണവാളൻ്റെ എത്രയും അടുത്തിരിക്കുന്ന വരവിനെ അറിയിക്കുകയും മയക്കത്തിൽ കിടക്കുന്ന കന്യകമാർ ഉണർന്നെഴുന്നേറ്റ് പാത്രങ്ങളിൽ എണ്ണയെടുക്കാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുവാനുള്ള കാഹളമായിട്ടത്രേ പുറപ്പെടുന്നത് എന്നായിരുന്നു പെന്തക്കോസ്ത് കാഹളം എന്ന പെന്തക്കോസ്ത് ലോകത്തെ ആദ്യ മാസികയുടെ ആദ്യ എഡിറ്റോറിയൽ കുറിച്ചത്. ആ പത്രത്തിൻ്റെ എഡിറ്റർ AJ ജോൺ ആയിരുന്നു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ചരിത്രത്തിൽ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള സ്ഥാനം ചെറുതല്ല. ആദ്യകാലങ്ങളിൽ സഭയുടെ പ്രസിദ്ധീകരണങ്ങളിൽ സഭാവാർത്തകളും ആത്മീയ ലേഖനങ്ങളുമായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. 1990-കൾക്ക് ശേഷം 100-ലധികം പ്രസിദ്ധീകരണങ്ങൾ പെന്തക്കോസ്ത് സഭകളിൽ നിന്നുണ്ടായി. 2020 ആയതോടുകൂടി എല്ലാ പ്രസിദ്ധീകരണ മേഖലകളിലും ഉണ്ടായ തകർച്ച ഈ മേഖലയിലും അനുഭവപ്പെട്ടു. സാമൂഹിക മാധ്യമങ്ങളുടെ വരവോടെ അന്ന് വരെ പ്രചാരത്തിൽ മുമ്പിൽ നിന്നിരുന്ന പ്രസിദ്ധീകരണങ്ങൾ പോലും നിലനിൽപ്പിനായി കഷ്ടപ്പെടുന്നത് കണ്ടു. പല പ്രസിദ്ധീകരണങ്ങളും ഇതിനോടകം നിർത്തേണ്ടി വന്നു. പുതുതലമുറ അച്ചടി മാധ്യമങ്ങളോട് അകലം പാലിക്കുകയും വിദേശങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതോടെ എല്ലാ മേഖലകളിലും അച്ചടി മാധ്യമങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പെന്തക്കോസ്ത് പ്രസിദ്ധീകരണങ്ങളും നേരിടേണ്ടി വന്നു. പ്രസിദ്ധീകരണങ്ങളിൽ പലതും നിർത്തുകയോ ഓൺലൈൻ രംഗത്തേക്ക് പറിച്ചു നടുകയോ ഇതിനോടകം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പെന്തക്കോസ്ത് ലോകത്തെ ആദ്യത്തെ മാസിക എന്നത് 1925 ഒക്ടോബറിൽ പ്രതിമാസ പത്രികയായി പെന്തക്കോസ്ത് കാഹളം എന്ന മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടു. AJ ജോൺ പത്രാധിപരായിരുന്ന ചെങ്ങന്നൂർ യൂണിയൻ പ്രിന്റിംഗ് വർക്സിൽ അച്ചടിച്ച പെന്തക്കോസ്ത് കാഹളം എന്ന മാസിക അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഔദ്യോഗിക നാവായിട്ടാണ് പുറത്തിറങ്ങിയത്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിദേശ മിഷണറിയായിരുന്ന സ്പെൻസർ E. മേ ആയിരുന്നു അതിൻ്റെ പബ്ലിഷർ. പെന്തക്കോസ്ത് കാഹളത്തിൻ്റെ വാർഷിക വരിസംഖ്യ 8 ആണയായിരുന്നു. പെന്തക്കോസ്ത് കാഹളം 12 വർഷങ്ങൾ മുടക്കമില്ലാതെ പ്രസിദ്ധീകരിച്ചു. പിന്നീട് അസംബ്ലീസ് ഓഫ് ഗോഡ് 1954-ൽ ദൂതൻ എന്ന മാസിക ആരംഭിച്ചു. രണ്ടാമതായി പെന്തക്കോസ്ത് ലോകത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട മാസിക സുവിശേഷ പ്രഭാഷകൻ എന്ന മാസികയായിരുന്നു. 1927 ഓഗസ്റ്റിലായിരുന്നു ഈ മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പാസ്റ്റർ റവറൻഡ് റോബർട്ട് F. കുക്കിൻ്റെ പ്രധാന പത്രാധിപത്യത്തിൽ പാസ്റ്റർ K. എബ്രഹാം സഹപത്രാധിപരായി മുളക്കഴയിൽ നിന്ന് ആരംഭിച്ച ഈ മാസിക ചർച്ച് ഓഫ് ഗോഡിൻ്റെ പേരിലല്ല ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പേരിലായിരുന്നു ആദ്യം ഇത് പുറത്തിറങ്ങിയത്. ആദ്യം അദ്ദേഹം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിഷണറി ആയിരുന്നു എന്നതാണ് കാരണം. 1929 മുതലാണ് ഈ മാസിക ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ മലബാർ പ്രസാധകരായി ഈ പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. 1933-ൽ ഈ മാസികയുടെ പ്രസിദ്ധീകരണം നിലച്ചുപോയി. 1951-ൽ സുവിശേഷ ധ്വനി എന്ന പേരിൽ ചർച്ച് ഓഫ് ഗോഡ് ഈ മാസികയുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. പിന്നീട് 1981-ൽ മാസികയുടെ പേര് വീണ്ടും മാറ്റി സുവിശേഷനാഥം എന്ന പേരിൽ ആയി. ഇന്നും സുവിശേഷനാഥം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നിലനിന്നു വരുന്നു. 1933-ൽ പാസ്റ്റർ K. എബ്രഹാം സിയോൻ കാഹളം മാസിക പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ഇടക്കാലത്ത് പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നുവെങ്കിലും പിന്നീട് അത് വീണ്ടും ആരംഭിച്ചു. പ്രബോധിനി എന്ന പേരിൽ 1953-ൽ IPCയിൽ വിഭജന കാലത്ത് ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയിരുന്നു. പെന്തക്കോസ്ത് ലോകത്ത് 1975-ൽ പൊതുവായി ഗുഡ് ന്യൂസ് എന്ന പേരിൽ ഒരു വാരിക കോട്ടയത്തു നിന്നും ആരംഭിക്കപ്പെട്ടു. VM മാത്യു, CV മാത്യു, തോമസ് വടക്കേക്കുറ്റ് തുടങ്ങിയവരായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ. പിന്നീട് 100-ലധികം പെന്തക്കോസ്ത് പ്രസിദ്ധീകരണങ്ങൾ കേരളത്തിൽ പ്രചരിക്കപ്പെട്ടു. അതിൽ പ്രധാനമായ ചിലത്: ഇന്ത്യൻ മെസ്സഞ്ചർ, ന്യൂഡൽഹിയിൽ നിന്നും ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പ്രസിദ്ധീകരണമായി PG വർഗീസ് പ്രസിദ്ധീകരിച്ചിരുന്നത്. റിവൈവൽ ടൈംസ്, ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യയുടെ ഭാഗമായി MB ജോർജ് കുട്ടി പ്രസിദ്ധീകരിച്ചിരുന്നത്. TPMൻ്റെ പെന്തക്കോസ്ത് എന്ന മാസിക ഇന്നും നിലവിൽ തുടരുന്നു. ലവ് ആർമി ക്രൂസൈഡിൻ്റെ ഭാഗമായി യേശുവിൻ സ്നേഹം എന്ന മാസിക പ്രസിദ്ധീകരിച്ചു വരുന്നു. ക്രൈസ്തവ ചിന്ത, ബ്രദർ KN റസൽ ചീഫ് എഡിറ്ററായി ജീവകാരുണ്യ മാസിക പരേതനായ പാസ്റ്റർ JC പാറക്കടവിൽ ആരംഭിച്ചു. ദർശനം പരേതനായ പാസ്റ്റർ PC മാണി ചീഫ് എഡിറ്ററായി ആരംഭിച്ചതാണ്. സ്തുതി പാസ്റ്റർ മാത്യു ആരംഭിച്ചു. ബെർഷേബ വോയിസ് പാസ്റ്റർ S ബാബുക്കുട്ടി ആരംഭിച്ചതാണ്.
റോയൽ കോളിംഗ് പാസ്റ്റർ KS എബ്രഹാം കോട്ടയത്തു നിന്ന് ആരംഭിച്ചു. വചനപോഷിണി പാസ്റ്റർ ഷിബു നെടുവേലി കോഴഞ്ചേരിയിൽ നിന്നും ആരംഭിച്ചതാണ്. ഡയലോഗ് പാസ്റ്റർ ഹാബേൽ G വർഗീസ് തിരുവനന്തപുരത്തു നിന്ന് ആരംഭിച്ചു. സങ്കീർത്തനം വിജോയ് വി സ്കറിയ കോട്ടയത്തു നിന്നും ആരംഭിച്ചു. ജ്യോതിർമാർഗം പാസ്റ്റർ PG മാത്യൂസ് വാഗത്തനത്തു നിന്നും ആരംഭിച്ചു. മിഷണറി നാദം പാസ്റ്റർ പോൾ മലയടി വടക്കേ ഇന്ത്യയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഉദയനക്ഷത്രം വളരെ പഴക്കം ചെന്ന മാസികയാണ്. പരേതനായ ഫിലിപ്പോസ് പാസ്റ്റർ കോട്ടയത്തെ വേളൂരിൽ നിന്ന് ആരംഭിച്ചതാണ്. കാഹളം കുമ്പനാട്ട് നിന്ന് ആരംഭിച്ചതാണ്. വിസ മാവേലിക്കരയിലെ കുന്നത്തു നിന്ന് ആരംഭിച്ച മാസികയാണ്. പെന്തക്കോസ്ത്യൻ സന്ദേശം MD ദാനിയേൽ കുഴിക്കാല ചീഫ് എഡിറ്ററായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. വേൾഡ് ഇവാഞ്ചൽ പാസ്റ്റർ സാമുവൽ C ജോസഫ് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ചു. ഗോസ്പൽ ഇല്യൂമിനേറ്റർ സരോഷ് T ജേക്കബ് പത്തനാപുരത്തു നിന്നും ആരംഭിച്ചു. മരിപ്പച്ച അച്ചൻകുഞ്ഞ് എലന്തൂർ ചീഫ് എഡിറ്ററായി പ്രസിദ്ധീകരിച്ചു വരുന്നതാണ്. സ്വർഗീയ ധ്വനി ഇപ്പോൾ ഫിന്നി P മാത്യു ചീഫ് എഡിറ്ററായിരിക്കുന്നു. ഹല്ലേലിയ സാങ്കുട്ടി ചാക്കോ നിലമ്പൂർ തിരുവല്ലയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു വരുന്നു. കാൽവരി ന്യൂസ് എന്ന പേരിൽ ഒരു ഇൻലൻഡ് മാഗസിൻ പെന്തക്കോസ്ത് ലോകത്തുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നായിരുന്നു അത് പ്രസിദ്ധീകരിച്ചിരുന്നത്. വാർത്തകൾ, ചെറുലേഖനങ്ങൾ, ഭാവന തുടങ്ങി വ്യത്യസ്തങ്ങളായ പംക്തികൾ അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. 1993 ഈ മാഗസിൻ ആരംഭിച്ചത്. കൂടാതെ എക്കോ ഓഫ് റിവൈവൽ, ജയോത്സവം, പാസ്റ്റർ ഷിബു K മാത്യുവിൻ്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങുന്ന യുഗാന്തി സന്ദേശം, കൊട്ടാരക്കര, കരിക്കം, സയാനദീപം ചർച്ച് ഓഫ് ഗോഡ് പ്രസിദ്ധീകരിച്ചു വരുന്ന ഈവനിംഗ് ലൈറ്റ് എന്ന പ്രതിമാസ പത്രിക, മലബാർ മെസ്സഞ്ചർ CM ശമുവേൽ, ഷാബു ശമുവേൽ ഒറ്റപ്പാലത്ത് നിന്നും പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു. അങ്ങനെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ സജീവമായിരുന്ന കേരള പെന്തക്കോസ്ത് സഭകളിൽ ഇന്ന് പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞു. വിരലിൽ എണ്ണാവുന്ന മാസികകൾ മാത്രമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിനു പകരം സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ സജീവമാണ് പെന്തക്കോസ്ത് സഭകൾ. ഇവിടെ പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത മാസികകൾ, മറ്റ് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാകാം, ക്ഷമിക്കണം. ഇത്തരത്തിൽ നാളിതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ പെന്തക്കോസ്ത് മാസികകളെയും ഇവിടെ പ്രതിപാദിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉദ്ദേശവും അതല്ലായിരുന്നു. പെന്തക്കോസ്ത് ലോകത്ത് സജീവമായിരുന്ന ഒരു പ്രസിദ്ധീകരണ സംസ്കാരമുണ്ടായിരുന്നു എന്നറിയിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പ്രസിദ്ധീകരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് പിന്നിലെ കാത്തിരിപ്പിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും തങ്ങളുടെ ഇഷ്ടപ്പെട്ട മാസികയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പോസ്റ്റ്മാൻ തങ്ങളുടെ മാസികകൾ കൊണ്ടുവരുന്നതും കാത്ത് വീടിൻ്റെ മുന്നിൽ അക്ഷമയോടെ കാത്തിനിന്നവർ. മാസിക കിട്ടിയ പാടെ ആത്മീയ ലേഖനങ്ങൾ, നല്ല ഭാവനകൾ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ, അങ്ങനെ ഇഷ്ടവിഭവങ്ങൾ ആർത്തിയോടെ വായിച്ചു തീർത്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് 90കളിൽ ഉണ്ടായിരുന്നത്. പെന്തക്കോസ്ത് വിശ്വാസ ജീവിതത്തിന് മൂല്യച്യുതി സംഭവിക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഏബ്രഹാം കുഞ്ചാണ്ടി ഇടമൺ, പാസ്റ്റർ KT വർഗീസ്, L സാം, ചെറിയാൻ കോതകേരി, സാജു ജോൺ മാത്യു, VP ഫിലിപ്പ്, ജോളി അടിമത്ര, കുര്യാക്കോസ് തോട്ടത്തിൽ, സരോഷ് പത്തനാപുരം, ഡോക്ടർ ഹാബേൽ G വർഗീസ്, തോമസ് തോന്നയ്ക്കൽ, പ്രൊഫസർ VV അച്ചൻകുഞ്ഞ്, ഷാജു C ജോസഫ്, ഷാജി കാരയ്ക്കൽ, OP ഷാജു, മാത്യു പാലത്തിങ്കൽ, ഏഴംകുളം സാങ്കുട്ടി, അങ്ങനെ എത്രയോ പേർ പെന്തക്കോസ്ത് പ്രസിദ്ധീകരണ രംഗത്തെ സജീവമാക്കിയിരുന്ന എഴുത്തുകാർ. അവരെയൊന്നും പെന്തക്കോസ്ത് സമൂഹത്തിന് മറക്കുവാൻ കഴിയുകയില്ല. ഈ പട്ടിക പൂർണ്ണമല്ല. പെട്ടെന്നുള്ള കണക്കെടുപ്പിൽ തെറ്റുകളുണ്ട്. സദയം ക്ഷമിക്കുക. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.